പി ചന്ദ്രശേഖർ വധക്കേസിലെ വിധി പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. കൊലയാളി സംഘത്തിലെ 6 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം കൂടി ഹൈക്കോടതി കണ്ടെത്തി. മുഖ്യസാക്ഷികളെ അവിശ്വസിക്കണമെന്ന പ്രതികളുടെ വാദവും കോടതി തള്ളുകയാണ് ഉണ്ടായത്. ബിനിൽ പറയൂ കൂടുതൽ വിവരങ്ങൾ. ദിവിഷ്, ടി.പി. കേസിലെ ഏറ്റവും സുപ്രധാനമായ വിധി പ്രസ്താവമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. 150 പേജാണ് ഈ വിധി പ്രസ്താവമുള്ളത്. മുതിർന്ന ജഡ്ജിയായ ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാരാണ് ഈ വിധിന്യായം എഴുതിയിരിക്കുന്നത്. ഈ വിധിന്യായത്തിൽ പ്രധാനമായും കോടതി കണക്കിലെടുത്തിരിക്കുന്നത് ഈ കേസിലെ ലാർജർ കോൺസ്പിറസിയാണ്. അതായത് വിശാലമായ ഗൂഢാലോചന, ആ വാദം, പ്രോസിക്യൂഷന്റെ ആ വാദം ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോടതിയുടെ വിധിന്യായവും ഇതിൽ അന്തിമമായ തീർപ്പിലേക്ക് വന്നിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ കോടതി നടത്തിയിരിക്കുന്നത്. ഈ കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളൊഴികെ മറ്റെല്ലാവരെയും കൂടി ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് കൂടി കോടതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് കേസിലെ മുഖ്യ പ്രതികൾ, അതായത് ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ ഇന്നോവ കാറിലെത്തിയ 1 മുതൽ 7 വരെയുള്ള പ്രതികളിൽ 6-ാം പ്രതി ഒഴികെയുള്ള മറ്റെല്ലാ പ്രതികളും, അതായത് കൊടിസുനിയും T.K. രജീഷും അനൂപും അടക്കമുള്ള ഈ കൊലയാളി സംഘം, ആ കൊലയാളി സംഘത്തിനെതിരെ കൂടി ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം എങ്ങനെയാണ് നേരത്തെ വിചാരണ കോടതി വിട്ടയച്ച 2 പ്രതികൾ, അവർ എങ്ങനെയാണ് ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെന്ന കാര്യം കൂടി ഈ വിധിന്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേസിലെ 10-ാം പ്രതിയായിരുന്ന K.K. കൃഷ്ണനാണ്. K.K. കൃഷ്ണനാണ് ഒഞ്ചിയത്തെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. K.K. കൃഷ്ണന് വിനയായി മാറിയത് കൃഷ്ണന്റെ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗമാണ് ഈ പിന്നീട് ഈ കൃത്യത്തിലേക്ക് പോലും നയിച്ചത് എന്നതാണ് കോടതിയുടെയും വിലയിരുത്തലായി വന്നിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കല പോലെ തെറിപ്പിക്കുമെന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഇന്നത്തെ കോടതി വിധിയുടെ നിർണായക വിവരങ്ങളാണ്, അതിന്റെ വിധി പകർപ്പിലെ വിവരങ്ങളാണ് ബിനിൽ പങ്കുവച്ചത്.